സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറി ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ബീഫിനെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് കുറച്ച് മസാലകൾ ചേർക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ചതച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറുനാരങ്ങ നീര്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്കിവിടെ കറിയായിട്ടായതുകൊണ്ട് അത്യാവശ്യം വെള്ളം വേണം. ഒരു 5-6 വിസിൽ വന്നപ്പോൾ വെന്തിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, ചെറിയ ഉള്ളിയാണേ, അത്യാവശ്യം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി നന്നായി വഴറ്റിയെടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക. മല്ലിപ്പൊടിയാണ് ചേർത്തത് കേട്ടോ. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ട് നന്നായി വറുത്തെടുക്കുക. അത്യാവശ്യം നന്നായി ഉള്ളിയൊക്കെ വഴണ്ട് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഉള്ളിയൊക്കെ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച ബീഫിൻ്റെ ഈ മിക്സ് ചേർക്കാം. വെള്ളം വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി അതല്ല ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിക്കുകയും ചെയ്യാം. ഇതൊരു കുറച്ച് ഗ്രേവിയുള്ളൊരു ടൈപ്പ് കറിയാണേ. നല്ലോണം തിളച്ച് വന്നാൽ അതിലേക്ക് കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് എത്രയും വേണ്ട വെച്ചാൽ ചേർക്കാം. പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ് അതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കറി വാങ്ങി വയ്ക്കാം. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ തേങ്ങാച്ചോറ്, പത്തിരി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.